ഹലോ ഫ്രണ്ട്സ്, സിലീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു നൊസ്റ്റാൾജിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എത്ര കഴിച്ചാലും മതി വരാത്ത ഈ ചക്കക്കുരു മാങ്ങയും ചേർത്തൊരു കൂട്ടാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇപ്പോഴത്തെ സമയം ചക്കക്കുരും മാങ്ങയും ഇഷ്ടം പോലെ കിട്ടുന്ന സീസണാണ്. അപ്പോൾ ഈ സമയത്താണ് നമുക്ക് ഇത്തരം കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് പച്ച മാങ്ങ, അതായത് ഉൾഭാഗം ചനച്ച മാങ്ങയാണ് ഇതിന് എടുത്തിട്ടുണ്ട്. തൊലിയോട് കൂടി എടുത്തിട്ടുണ്ട്. അതുപോലെ ചക്കയുടെ കുരു തൊലിഭാഗം കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡറും ചേർത്തതാണ്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയൊരു പീസ് ശർക്കര. ഇത് മാങ്ങ നല്ല ഉള്ളത് കൊണ്ടാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കറിവേപ്പില, വെളിച്ചെണ്ണ, ഇത്രയുമാണ് ആവശ്യമായ സാധനങ്ങൾ. നമുക്ക് ആദ്യം ഈ ചക്കയുടെ കൂരി ഒന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മറ്റൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട. ഇനി നമുക്കിത് അടച്ച് ഒരു 3 വിസിൽ വന്നതിന് ശേഷം കുക്കർ ഓഫാക്കി വെക്കാം. ഇനി ഇത് വേവട്ടെ. ഈ സമയം കൊണ്ട് നമ്മൾക്ക് മാങ്ങ വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഏകദേശം ഒന്ന് പൊട്ടുന്ന സമയമാകുമ്പോഴേക്കും കടുകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കിയ മാങ്ങയും ചേർത്ത് കൊടുക്കാം. പിന്നെ മാങ്ങ എടുക്കുമ്പോൾ പുറം ഭാഗം തൊലിഭാഗം കയ്പില്ലാത്ത മാങ്ങ വേണം ഇതിന് എടുക്കാൻ, തൊലി എടുക്കുമ്പോൾ കേട്ടോ. ഇത് നല്ല കോമാങ്ങ ആയതുകൊണ്ടാണ് ഇത് നല്ല ടേസ്റ്റ് അതിൻ്റെ തൊലിയോട് കൂടി എടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി കേട്ടോ. പിന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കാണുന്ന പോലെ എരിവൊന്നും ഇല്ല. ഇത് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് പൊടിച്ചതാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം തുറന്ന്. ഇപ്പോൾ ഏകദേശം തിളയൊക്കെ വന്നിട്ടുണ്ട്, മാങ്ങ വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി വെന്ത് അതിൻ്റെ ആ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വരട്ടെ. അപ്പോൾ അതാ മാങ്ങയെല്ലാം തിക്കായി വന്നിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു പീസ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ അല്പം ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മളെ ചക്കയുടെ കൂരൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. കുക്കർ ഓപ്പൺ ചെയ്ത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയോ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഇത്രയും മതിയാവും. ഇനി നമുക്ക് മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ മിക്സാക്കി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. രണ്ടും വെന്ത് ഇട്ടുണ്ട്. ഇനി ഇത് തണുക്കുമ്പോഴേക്കിനും തിക്കായി വരും. അപ്പോൾ നല്ലൊരു സ്മെല്ലിട്ട് ആ ഉലുവയും കടുകും മാങ്ങയൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അത് നല്ല ചോറിൻ്റെ കൂടെ കഞ്ഞിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും വീട്ടിലും മാങ്ങയും ചക്കക്കൂരും ഒക്കെ ഉള്ള സമയമല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ നമ്മൾ ചക്കക്കുരു മാങ്ങ എല്ലാം റെഡിയായി. ഇനി നമുക്കിത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം അറിയിക്കണം. ഇതുപോലെ ഈ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ഒരു മാങ്ങ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തൊലിഭാഗം കയ്പില്ലാത്ത മാങ്ങ വേണം ഇതിന് എടുക്കാൻ കേട്ടോ. അപ്പോൾ പിന്നെ കറികൾക്കൊരു കയ്പ്പ് രസം വരും. തൊലിയോട് കൂടി ചേർക്കുമ്പോഴാണ് ഇതിന് ഏറ്റവും നല്ല ടേസ്റ്റ്.